ഹായ് പ്രൈസ് ഗോഡ്. എൻ്റെ പേര് അനുപമ. എൻ്റെ വീട് വരുന്നത് ആലപ്പുഴയിലാണ്. ഞാൻ ഇപ്പോൾ കറണ്ട് ബാച്ച് ഫുൾ ടൈമറാണ് ജീസസ് യൂത്തിൻ്റെ. ഞാനിപ്പം ഷെയർ ചെയ്യുന്നത് ഈശോ എൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം എങ്ങനെയാണ് എൻ്റെ ലൈഫ് ചേഞ്ച് ആയത് എന്നുള്ളതിനെ പറ്റിയാണ്. മുമ്പ് എനിക്ക് പള്ളിയിൽ പോകുന്ന ഇഷ്ടമില്ലായിരുന്നു. കുർബാന കൂടുന്നതോ അല്ലെങ്കിൽ കുമ്പസാരിക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. ഞാനപ്പം ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈശോ തന്നെ പറയുന്നുണ്ട്, ഈശോ എല്ലായിടത്തും ഉണ്ട്. അപ്പം ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്തിനാണ് നമ്മൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നത്, നമ്മളിപ്പോൾ വീട്ടിലിരുന്നാലും ഈശോ അവിടെ ഉണ്ടല്ലോ, നമുക്ക് അങ്ങനെ ഈശോനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നുള്ളൊരു ചിന്തയായിരുന്നു. പിന്നെ ഇപ്പോൾ കുമ്പസാരത്തിൻ്റെ ഇതിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഒരു അച്ഛനെ പോലെ ഒരു മീഡിയേറ്ററിൻ്റെ ആവശ്യമില്ല. എൻ്റെ പാപങ്ങളൊക്കെ പറയാനായിട്ട് എനിക്ക് ഈശോനോട് ഡയറക്റ്റായിട്ട് പറയാമല്ലോ. പിന്നെ ഞാൻ എന്തിനാണ് പോയി കുമ്പസാരിക്കുന്നത്, ഇങ്ങനെയുള്ള കുറേ തോട്ട്സ് ആയിരുന്നു എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ബിലീവറായിരുന്നു, ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ ഒരുപാടില്ല. പിന്നെ അങ്ങനെ ഒരു 2-3 വർഷം അങ്ങനെ പോയി, ഞാൻ പള്ളിയിലൊന്നും പോവാതെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ എൻ്റെ അമ്മ ഭയങ്കര വിഷമമായിരുന്നു. കാരണം അമ്മ ഒരു പ്രീച്ചറായിരുന്നു. അപ്പോൾ അമ്മ എന്നെ പിള്ളേരോടൊക്കെ പറയുക, നിങ്ങൾ പള്ളിയിൽ പോകണം, കുമ്പസാരിക്കണം, നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പം ഇവിടെ ഞാനാണെങ്കിൽ ഇതൊന്നും ചെയ്യാതെ കണ്ടിരിക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യമൊക്കെ കൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു ദിവസം ഞങ്ങൾക്ക് അവിടെ ഒരു റിട്രീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, ഒരു ജീസസ് വൈബ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, നീ അന്ന് പോയി അറ്റൻഡ് ചെയ്യും. അപ്പം ആദ്യം എനിക്ക് പോകാനായിട്ട് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് 1 മണിക്കൂർ ഒരു കുർബാന പോലും കൂടാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ പോയി 3 ദിവസത്തെ റിട്രീറ്റ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു, എനിവേ പൈസയൊക്കെ കൊടുത്തില്ല, നീ ഒന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ. അങ്ങനെ മനസ്സോടുകൂടി ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്ന് ആദ്യത്തെ 2 ദിവസങ്ങൾ എനിക്ക് ഭയങ്കര പാടായിരുന്നു. എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ച് വീട്ടിൽ വന്നാൽ മതി എന്നായിരുന്നു. കാരണം അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഫോണൊക്കെ വാങ്ങിച്ചു വെച്ചു. അപ്പം എനിക്ക് ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു നിമിഷം പോലും ഇരിക്കാൻ പറ്റാത്തൊരു കൊച്ചായിരുന്നു ഞാൻ. മുമ്പ് ഭയങ്കരമായിട്ട് ഗെയിംസിലൊക്കെ അഡിക്റ്റഡ് ആയിരുന്നു, ഫ്രീ ഫയർ എന്ന് പറഞ്ഞിട്ട്. അപ്പം 24 മണിക്കൂർ ഞാൻ ആ ഗെയിമിങ് വെച്ചുകൊണ്ടിരിക്കും. ഞാൻ റൂമിൻ്റെ പുറത്തിറങ്ങാറില്ല, ഞാൻ അങ്ങനെ ആരോടും അങ്ങനെ സംസാരിക്കാറില്ല. അപ്പം എനിക്ക് എന്തോ അങ്ങനത്തെ ഒരു ലൈഫിനോടായിരുന്നു കൂടുതലായിട്ട് ഇഷ്ടമുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ആ ഒരു 2 ദിവസം എങ്ങനെയൊക്കെയോ കടന്നുപോയി. പിന്നെ 3-ാമത്തെ ദിവസം, അത് ലാസ്റ്റ് ഡേ ആയിരുന്നു ധ്യാനത്തിൻ്റെ. അപ്പം ആ സമയത്ത് നമുക്ക് രാവിലെ ഒരു കുമ്പസാരത്തിൻ്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, ഇവിടെയുള്ള എല്ലാവരും കുമ്പസാരം ചെയ്യണമെന്ന് പറഞ്ഞു, കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പം ആ സമയത്ത് എനിക്ക് ഭയങ്കര പാടായിരുന്നു. എനിക്ക് ചെയ്യണ്ട ആ ഒരു മൈൻഡായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, വോളണ്ടിയേഴ്സ് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുമ്പസാരിച്ച് കഴിഞ്ഞവർക്ക് അവർ വോളണ്ടിയേഴ്സ് അവരുടെ ടാഗിൻ്റെ പുറകിൽ ഒരു ടിക്ക് മാർക്ക് കൊടുക്കും. അപ്പം അത് ഉറപ്പുവരുത്താനായിട്ട് ഈ കുട്ടി കുമ്പസാരിച്ചു എന്നുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സ്വന്തമായിട്ട് തന്നെ ടിക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ഓൾറെഡി അറ്റൻഡ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി കുമ്പസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പം അവരെന്നെ വിശ്വസിച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു കുമ്പസാരത്തിൻ്റെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അഡോറേഷൻ ഉണ്ടായിരുന്നു, ആരാധന. അപ്പം അങ്ങനത്തെ ഒരു ആരാധന എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. അതായത് ലൈറ്റെല്ലാം ഓഫാക്കി നമ്മൾ നിലത്തൊക്കെ ഇരുത്തി. അപ്പം അങ്ങനത്തെ ഒരു സംഭവം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങനെ അറ്റൻഡ് ചെയ്യുന്നത്, ആരാധന. അപ്പം ആ സമയത്ത് എനിക്ക് എന്തോ ഒരു സ്പെഷ്യാലിറ്റി തോന്നി അവിടെ, എന്തോ ഒരു സ്പെഷ്യൽ ഫീലിംഗ് എൻ്റെ മനസ്സിൽ തോന്നി. അപ്പം ആ സമയത്ത് ഞാനിങ്ങനെ ഈശോനെ എക്സ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് നോക്കി. അത് കഴിഞ്ഞ് അവർ നമ്മളോട് പറഞ്ഞു കണ്ണടക്കാൻ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാനൊന്ന് കണ്ണടച്ചു കഴിഞ്ഞ സമയത്ത് എനിക്കറിയില്ല, എന്തൊക്കെയോ ഒരു വിഷൻ ഇങ്ങനെ എൻ്റെ മനസ്സിലൂടെ പോകുന്നുണ്ട്, ഞാൻ എന്തൊക്കെയോ കാണുന്നുണ്ട്. അത് എൻ്റെ ലൈഫ് തന്നെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി, പക്ഷേ അതെനിക്കൊട്ടും ക്ലിയർ അല്ലായിരുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഭയങ്കരമായിട്ട് കരയുക. എന്തോ എനിക്ക് എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഒരു ഭാരം പോലെ തോന്നിയിട്ട് ഞാൻ ഭയങ്കരമായിട്ടിരുന്ന് കരയുക. പക്ഷേ അതിൻ്റെ കാരണം ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞ് എത്ര നേരം അങ്ങനെ കണ്ണടച്ചിരുന്നു എന്നറിയില്ല. അവർ കണ്ണുറക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കണ്ണുറന്ന് ഞാൻ ആദ്യം കണ്ടത് ഈശോൻ്റെ രൂപം കണ്ടു. ഈശോനെ എക്സ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടു. പിന്നെ അതിൻ്റെ പുറകിൽ തന്നെ സ്ക്രീനിലായിട്ട് അവർ ഈശോൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈശോൻ്റെ ഫോട്ടോയിൽ ഈശോ ഇങ്ങനെ 2 കൈയും നിവർത്തി വെച്ചിട്ടുണ്ട്. ഈശോൻ്റെ കയ്യിൽ ആ ഒരു വൂണ്ട് ഉണ്ടായിരുന്നു, ആ മുറിവിൻ്റെ പാടുണ്ടായിരുന്നു. ഞാനപ്പം ആ ഒരു പാടും കണ്ടു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഈശോൻ്റെ കണ്ണിലോട്ട് നോക്കി. അപ്പം എൻ്റെ കണ്ണും ഈശോൻ്റെ കണ്ണുമായിട്ട് കണക്റ്റ് ആയ സമയത്ത് ഈശോ എന്നോട് ചോദിക്കുവാണ്, നിനക്ക് വേണ്ടി ഞാൻ ജനിച്ചു, മരിച്ചു,
ഉയർത്തെണീറ്റു, നിന്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ വേണ്ടി നീ എനിക്ക് വേണ്ടി എന്താ ചെയ്തേ? ഈ ഒരു ചോദ്യം എന്നോട് ചോദിച്ചു. ലൈക്ക് നീ ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യാൻ വേണ്ടി ഞാൻ ജനിച്ചു, അതായത് നിനക്ക് വേണ്ടി ഞാൻ ജനിച്ചു, നിനക്ക് വേണ്ടി ഞാൻ മരിച്ചു, നിനക്ക് വേണ്ടി ഞാൻ ഉയർത്തെണീറ്റു, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ആ ഒരു സംഭവം, ആ ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ സ്റ്റക്ക് ചെയ്ത് നിന്നു. അത് ഞാൻ പിന്നെ എന്നോട് തന്നെ ചോദിക്കാൻ തുടങ്ങി, ഞാൻ ഈശോയ്ക്ക് വേണ്ടി എന്താ ചെയ്തത്, ഞാൻ ഈശോയ്ക്ക് വേണ്ടി എന്താ ചെയ്തതെന്നുള്ളത് ഞാൻ എന്നോട് തന്നെ ചോദിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ആ ഒരു വിഷൻ എനിക്ക് ക്ലിയർ ആയി. അത് കാണിച്ചു തന്നത് എൻ്റെ പാസ്റ്റാണ്. അതായത് ഞാൻ എൻ്റെ സമയം ഞാൻ എൻ്റെ ഫാമിലി, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ കൂട്ടുകാർ, എല്ലാ ലോകത്തിനുള്ള സർവ്വ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സമയം കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നെ സൃഷ്ടിച്ച എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ഒരു നിമിഷം പോലും കൊടുത്തിട്ടില്ല എന്നുള്ളൊരു സത്യം, ആ ഒരു സംഭവം അന്ന് ഞാൻ മനസ്സിലാക്കി. അത് എനിക്ക് അന്നത്തെ ദിവസം ഒരുപാട് സങ്കടം ഉണ്ടാക്കി. ഞാൻ ഇത്രയും നാളായിട്ട് എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി എനിക്ക് ഈശോയ്ക്ക് വേണ്ടി എന്താ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. അപ്പം ആ ഒരു അഡോറേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ അച്ഛനടിക്ക് പോയി പറഞ്ഞു, അച്ഛൻ എനിക്കൊന്ന് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, ഓക്കെ നീ ചെന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വാ, നിന്നെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് നീ വാ, ഞാൻ ഇവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചാപ്പലിൽ പോയി. അന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്ന എല്ലാ പാപങ്ങളും ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചു. ഞാൻ എന്നിട്ട് അന്നത്തെ ദിവസം ഞാൻ ഒന്ന് കുമ്പസാരിച്ചു. ആ ഒരു കുമ്പസാരത്തിന് ശേഷം എനിക്ക് ആ അഡോറേഷൻ്റെ സമയത്തുണ്ടായിരുന്ന ആ ഒരു ഹെവി ഫീലിങ് അത് പോയി. എനിക്ക് എന്തോ ഒരു ഭയങ്കരമായിട്ട് ഉള്ളിൽ നിന്നൊരു സന്തോഷം എനിക്ക് അനുഭവിക്കാൻ പറ്റി. അപ്പം അന്നത്തെ ദിവസം ഞാൻ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പം ആ ദിവസം എനിക്ക് തോന്നി, ഓക്കെ സംതിങ് ഈസ് സ്പെഷ്യൽ. എനിക്ക് എന്തോ ഒരു സ്പെഷ്യലായിട്ട് തോന്നി ഈശോയിലും. എനിക്ക് ഈശോയോടുള്ളൊരു സ്നേഹം കൂടുതലായിട്ട് അനുഭവിക്കാൻ പറ്റി അന്നത്തെ ദിവസം. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പം അന്നത്തെ ദിവസമൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്, നമ്മൾ ഈശോൻ്റെ സ്നേഹം അനുഭവിച്ച് കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ സ്ട്രഗിൾസും കാര്യങ്ങളൊന്നും വരത്തില്ല, നമ്മുടെ ലൈഫ് ഭയങ്കര സ്മൂത്തായിട്ട് പോകുന്നായിരുന്നു. അപ്പം ഈ ഒരു ചിന്ത എനിക്കുള്ളതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുമോ, ഇനി എൻ്റെ ലൈഫിൽ സ്ട്രഗിൾസ് ഒന്നും വരത്തില്ലല്ലോ, എനിക്ക് ഭയങ്കര ഒരു ലൈഫ്, ഇനി പുതിയൊരു ലൈഫ് കിട്ടുമല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു സത്യം മനസ്സിലാക്കുന്നത്. ലൈക്ക് നമ്മുടെ ലൈഫിൽ സ്ട്രഗിൾസ് വരും. ചിലപ്പോൾ നമുക്ക് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ സ്ട്രഗിൾസ് നമ്മുടെ ലൈഫിൽ വരും ഈശോയുമായിട്ടുള്ള ഒരു സ്നേഹം അനുഭവിച്ച് കഴിയുമ്പോൾ. പക്ഷേ ആ ഒരു സ്ട്രഗിൾസ് എല്ലാം നമുക്ക് ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു ശക്തിയും കൂടെ ഈശോ നമുക്ക് തരുമെന്നുള്ളത് ഞാൻ അത് കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കിയത്. അപ്പം ഈ ഒരു സംഭവത്തിന് ശേഷം എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി മാറി. എനിക്കൊരു മുമ്പൊരു റിലേഷൻ ഉണ്ടായിരുന്നു, ആ ഒരു റിലേഷൻ ബ്രേക്കപ്പായി. അപ്പം ആ ഒരു സംഭവമൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് കൊണ്ടുപോയി. അത് എന്നെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി എൻ്റെ ലൈഫിനെ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഫുൾ ടൈമർഷിപ്പിനെ പറ്റി കേൾക്കുന്നത്. അതായത് ജീസസ് യൂത്ത്. അന്നത്തെ ദിവസം രാത്രി എനിക്ക് ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു തോട്ട് ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിച്ചു. ഞാനിങ്ങനെ ഈശോയോട് ചോദിച്ചു, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ലൈക്ക് ഞാനൊരു നോർമലായിട്ടുള്ള ഒരു പേഴ്സൺ അല്ലേ, എനിക്ക് നിനക്ക് വേണ്ടി എന്താ ചെയ്യാൻ പറ്റുന്നത് എനിക്കറിയില്ല, പറഞ്ഞു തരുമോ എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ചോദിച്ചു. അപ്പം അത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ചേട്ടൻ വന്നിട്ട് നമുക്ക് ജീസസ് യൂത്തിനെ പറ്റി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം ഇങ്ങനെ പറഞ്ഞു, ജീസസ് യൂത്ത് എന്ന് പറയുന്നത് ഒരു മൂവ്മെൻ്റ് ആണ്. അപ്പം ഇതിൽ ക്രിസ്ത്യൻ യൂത്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് ഇവർ ഗ്യാദർ ചെയ്യും, അവരുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംസാരിക്കും. ആ ഒരു സംഭവമൊക്കെ എനിക്ക് ജീസസ് പറ്റി മുമ്പ് ഒരുപാട് അന്നത്തെ ദിവസം എനിക്ക് അറിയാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും അപ്പം എനിക്ക് മനസ്സിലായി, ഓക്കെ എന്നാൽ ഞാൻ ഇതിലൊന്ന് ജോയിൻ ചെയ്ത് നോക്കാം. കാരണം ഈശോയുമായിട്ടാണ് എനിക്ക് എൻകൗണ്ടർ ഉണ്ടായത്. പിന്നെ ഞാനൊരു യൂത്താണ്, അപ്പോൾ ആ ഒരു രീതി ഉള്ളതുകൊണ്ട് ഞാനത് കണക്ട് ചെയ്തു ജീസസ് യൂത്ത്. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ എന്നാൽ ഞാൻ ഇതിലൊന്നും ജോയിൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ചേട്ടനോട് പോയി പറഞ്ഞു, എനിക്ക് ജീസസ് യൂത്തിൽ ചേരാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ആ ചേട്ടൻ എൻ്റെ നമ്പറൊക്കെ വാങ്ങിച്ചു, എന്നെ പിന്നെ ഫോളോ അപ്പ് ചെയ്ത് കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ ഞാൻ പിന്നെ സാറ്റർഡേ ഗ്യാതറിങ്ങിനൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ജീസസ് യൂത്തിലോട്ട് വരുന്നത്. ജീസസ് യൂത്തിലോട്ട് വന്ന ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടാണ് അതിൽ നമ്മുടെ ജീസസ് യൂത്തിൽ തന്നെ ഫുൾ ടൈമർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഫുൾ ടൈമേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അവർ ഒരു വർഷം മിഷൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ എനിക്കിതിൽ പോയാൽ കൊള്ളാമെന്നുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് അന്നൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അവരെന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, നീ സെലക്ട് ആയി എന്ന് പറഞ്ഞു. അപ്പം ആ സമയത്ത് സെലക്ട് ആയി എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു, ഞാനൊരു ഫിനാൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം
ഇവർ അന്ന് എന്നെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, അതിൻ്റെ ഇടയ്ക്ക് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഫുൾ ടൈമർഷിപ്പിന് സെലക്ട് ആയി. പക്ഷെ എനിക്കറിയില്ല, ഞാൻ രണ്ടാമതൊന്നും ചിന്തിക്കാതെ കൊണ്ട് തന്നെ ഞാൻ ആ ജോബ് റിസൈൻ ചെയ്തു. പക്ഷേ അന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ലൈക്ക് എന്തോർത്തിട്ടാണ് ഞാനത് റിസൈൻ ചെയ്തതെന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല. കാരണം എനിക്കപ്പോൾ ആ സമയത്ത് EMI കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ലൈക്ക് ഫോൺ എടുത്തതിൻ്റെ EMI ഒക്കെ ഉണ്ടായിരുന്നു, പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ എങ്ങനെ അടക്കുമെന്ന് പോലും ചിന്തിക്കാതെ കൊണ്ട് ഞാനത് റിസൈൻ ചെയ്തു. പിന്നെ ഈ ഒരു 1 year ഗ്യാപ്പ് എൻ്റെ കരിയറിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ജോലി കിട്ടുമോ അല്ലെങ്കിൽ അടുത്ത ഞാൻ എന്ത് ചെയ്യും, അതൊന്നും അപ്പോഴത്തെ എൻ്റെ മനസ്സിലതൊന്നും ഉണ്ടായിരുന്നില്ല. എന്തോ ഒരു ഒറ്റ ബുദ്ധി എന്നുള്ള രീതിയിൽ ഞാൻ ആ ജോബ് റിസൈൻ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ അമ്മയോടൊക്കെ പറയുന്നത് ലൈക്ക് എനിക്ക് ഫുൾ ടൈമർഷിപ്പിന് ഇത് കിട്ടി, എനിക്കിങ്ങനെ പോകണമെന്നുള്ളത്. അപ്പം ആദ്യം അവർ പറഞ്ഞു ഇല്ല വേണ്ട, നീ വേറെ എന്തെങ്കിലും പഠിക്കാൻ പോകും, ആ ഒരു സംഭവം പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ പറഞ്ഞു ഫാമിലി സപ്പോർട്ട് ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു ലൈക്ക് ഞാൻ ഇതുപോലെ പോകുവാണ് 1 വർഷം മിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും അവരെന്നോട് ആദ്യം ചോദിച്ചത് നീ എന്താ നിനക്ക് ഭ്രാന്താണോ ഈ 1 വർഷം കളയാനായിട്ട്, നിന്റെ കരിയറിൽ ഇത് വരുന്ന ബിഗ് ഒരു ഗ്യാപ്പായിരിക്കും, അപ്പം ചുമ്മാ മണ്ടത്തരം കാണിക്കല്ലേ, ജോലി ഉള്ളത് കളഞ്ഞിട്ട് പോകാനായിട്ട് ഭ്രാന്താണെന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ കുറേ കളിയാക്കിയവരുണ്ട്, മനസ്സിലാകാതെ സംസാരിച്ചവരുണ്ട്. അപ്പം ഇതൊക്കെ ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ വിഷമിപ്പിച്ചെന്നുണ്ടെങ്കിലും ഞാൻ വിചാരിച്ചു ഓക്കെ എനിവേ ഞാനൊന്ന് പോയി നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നു. അങ്ങനെ ട്രെയിനിങ്ങിൽ വന്ന സമയത്തും എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് എൻ്റെ കോള് തന്നെയാണോ, ആ ഒരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സ്ട്രഗിൾസ് ഒരുപാടുണ്ട്, ലൈക്ക് എനിക്ക് ഭാഷ അറിയത്തില്ല. ആകപ്പാടെ എനിക്ക് കംഫർട്ടായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് മലയാളം മാത്രമാണ്. ഇപ്പം ഇംഗ്ലീഷ് ആണെങ്കിൽ എനിക്ക് കൂടുതലായിട്ട് സംസാരിക്കാൻ അറിയില്ല, ഒരു കോൺഫിഡൻസ് ഇല്ല സംസാരിക്കാനായിട്ട്. പിന്നെ ഹിന്ദി ആണെങ്കിലും ഒട്ടും അറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ ഇവിടെ വന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ട്രെയിനിങ്ങിന് ചെന്ന സമയത്ത് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു. ലൈക്ക് അവിടെ ഓൾ ഓവർ ഇന്ത്യയിൽ നിന്ന് പിള്ളേർ വരും, അപ്പം നോർത്ത് ഈസ്റ്റിൽ നിന്നൊക്കെ പിള്ളേർ വരും. അപ്പം അവർ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അപ്പോൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ സംസാരിക്കുന്നത് കറക്റ്റാണോ അതോ തെറ്റാണോ എന്നുള്ളൊരു ചിന്തയെല്ലാം കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സംസാരിക്കാനായിട്ടൊക്കെ. അങ്ങനെ ഞാൻ പിന്നെ കേരളത്തിൽ നിന്ന് വന്ന ഒരു കുറച്ച് പേരുണ്ടായിരുന്നു, ഞാൻ അവരോട് മാത്രം കൂടുതലായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈശ്വരനോട് ചോദിച്ചു ഇത് എനിക്ക് തന്നെയുള്ള കോളാണോ, ഞാനിത് പോകണോ, ഈ 1 വർഷം ഞാൻ പോകുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടോ എന്നുള്ളൊരു ചിന്തയിൽ ഞാനിങ്ങനെ ഒരു ദിവസം ചോദിച്ചു. അപ്പം അന്നത്തെ ദിവസം എനിക്കൊരു ബൈബിൾ വാക്യം കിട്ടി. ലൈക്ക് അത് നമ്മുടെ മുമ്പുണ്ടായിരുന്ന ഫുൾ ടൈമേഴ്സ്, അതായത് പ്രീവിയസ് ബാച്ചിലുണ്ടായിരുന്ന ഫുൾ ടൈമേഴ്സ് നമ്മൾ വന്നതിനൊരു ഗിഫ്റ്റായിട്ട് തന്നത് ഒരു ബൈബിൾ വേഴ്സ് എഴുതിയിട്ട്, അത് എക്സോഡസ് 14:14 ദ ലോർഡ് വിൽ ഫൈറ്റ് ഫോർ യു, ഓൺലി യു ഹാവ് ടു ഡു ഈസ് സ്റ്റേ സ്റ്റിൽ. ആ ഒരു സംഭവം അപ്പം എനിക്കത് എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ച്, അല്ലെങ്കിൽ അന്നത്തെ ദിവസം എന്നെ ഭയങ്കരമായിട്ട് ശക്തിപ്പെടുത്തിയെന്ന് വേണമെങ്കിൽ പറയാം. കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തോളും, നീ ഒന്നും ആലോചിച്ച് ദുഃഖിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യണ്ട എന്നുള്ളൊരു സംഭവം. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് കൂടുതൽ സ്ട്രെങ്ത് തരുന്നൊരു ഫീല് കിട്ടി. അങ്ങനെ ഞാൻ വിചാരിച്ചു ഓക്കെ എനിവേ ഞാനിവിടെ വന്നു, ഇനി എന്തായാലും മുന്നോട്ട് പോകാം എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ നിന്നു. പിന്നെ ഞാൻ ഇങ്ങനെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുള്ളൂ, എനിക്ക് കേരളത്തിൽ തന്നെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. കാരണം പുറത്ത് പോയി കഴിഞ്ഞാൽ ഭാഷ നമ്മൾ വേറെ സംസാരിക്കണമല്ലോ, അപ്പോൾ അതെനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടി ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ നമ്മുടെ ഈ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് അവസാന ദിവസം ആയപ്പോഴത്തേക്കിനുമാണ് നമ്മൾക്ക് ഏത് മിഷൻ പ്ലേസാണ് കിട്ടുന്നതെന്ന് പറയുന്നത്. അപ്പം അത് ചിലപ്പം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ആകാം, അത് നമുക്ക് ചൂസ് ചെയ്യാനും പറ്റത്തില്ല. അവരെവിടെ പറയുന്നോ അവിടെ നമ്മൾ പോകണം. അപ്പം ആ ഒരു സംഭവം അങ്ങനെ ഇത് പറഞ്ഞ സമയത്താണ് അവർ പറയുന്നത്, എൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു നീ പ്ലേസ്ഡ് ആയേക്കുന്നത് കൊൽക്കത്തയിലാണ്. ആ കൊൽക്കത്തയിൽ നിന്ന് കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര സന്തോഷമായി, കാരണം മദർ തെരേസയുടെ സ്ഥലമായിരുന്നു. അപ്പം എനിക്ക് അവിടെ പോകണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു മുമ്പ്. അപ്പം ആ ഒരു സംഭവം കൊണ്ട് എനിക്ക് സന്തോഷമായി. പക്ഷേ അവിടെ ലാംഗ്വേജിൻ്റെ കാര്യം വന്നപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കരമായിട്ട് ബാഡ് ആവാൻ തുടങ്ങി. കാരണം ഞാൻ എന്ത് ചെയ്യും, ഞാൻ അവിടെ പോയിട്ട് എങ്ങനെ സംസാരിക്കും, മറ്റുള്ളവരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഈ ഒരു ചിന്തയൊക്കെ വന്നു. പക്ഷേ ആ സമയത്തെല്ലാം ഞാൻ ഈശ്വരനോട് പറഞ്ഞു, ഈശ്വരേ ഞാൻ എല്ലാം സറണ്ടർ ചെയ്യുവാണ്, നീ എന്നെ യൂസ് ചെയ്തേക്ക് ഇങ്ങനെ പറഞ്ഞ് ഞാൻ അങ്ങനെ എൻ്റെ മിഷൻ പ്ലേസിലോട്ട് വന്നു. മിഷൻ പ്ലേസിലോട്ട് വന്ന് കഴിഞ്ഞിട്ട് തുടക്കമൊക്കെ ഭയങ്കര പാടായിരുന്നു, കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കേരളത്തിലെ പോലെയല്ല, വേറെ കൾച്ചറാണ്, ഫുഡ് വേറെയാണ്. അപ്പം അങ്ങനെ കുറച്ച് സ്ട്രഗിൾസ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒറ്റപ്പെട്ടൊരു ഫീല് വന്നു. ആ 1 മാസത്തോളം എൻ്റെ സിബ്ലിങ്സ്, അതായത് ബാച്ച്മേറ്റ്സ് എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒറ്റപ്പെട്ടൊരു ഫീല് വന്നു, വീട് മിസ് ചെയ്യാൻ തുടങ്ങി, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു.
ആരോടും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ, ആരോട് എന്ത് പറയണമെന്നറിയില്ല, എൻ്റെ വിഷമങ്ങൾ ആർക്ക് പറഞ്ഞാൽ മനസ്സിലാകുമെന്നറിയില്ല. കൂട്ടുകാരെയൊക്കെ വിളിച്ച് പറയുന്ന സമയത്ത് അവർ പറയും, ഓക്കെ നീ ഒറ്റയ്ക്ക് ചൂസ് ചെയ്ത് പോയതല്ലേ, നീ ഒറ്റയ്ക്ക് തിരഞ്ഞെടുത്ത് പോയതല്ലേ, പിന്നെ എന്തിനിപ്പോൾ ഞങ്ങൾ വിളിച്ച് പറയുന്നത്, വല്ല കാര്യം ഉണ്ടായിരുന്നു പോകാൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കും. അപ്പം അതുകൊണ്ട് ഞാനങ്ങനെ ആരോടും എൻ്റെ ഇവിടുത്തെ സ്ട്രഗിൾസ് ഒന്നും കൂടുതലായിട്ട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ പിന്നെ എന്നെ തന്നെ ഡൗട്ട് ചെയ്ത കുറേ നിമിഷങ്ങളുണ്ട്. ഞാൻ ഇവിടെ വന്നൊരു 2 മാസത്തോളം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു, എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഈശോയെ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്തയൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സംഭവങ്ങളെല്ലാം ഞാനിങ്ങനെ സാക്രമെൻറ്റിൻ്റെ മുമ്പിലിരുന്നാ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈശോ എനിക്ക് ഓരോ കാര്യങ്ങൾക്കും ഉത്തരം തരാൻ തുടങ്ങി. അതായത് ഒരു തവണ ഞാനിങ്ങനെ പറഞ്ഞു, എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഒരു ചിന്ത വന്നപ്പോഴത്തേക്കിനും ഈശോ എന്നോട് പറഞ്ഞു, നീ ചിന്തിക്കുവാണ്, നീ ഒട്ടും കൊള്ളാത്ത കൊച്ചാ, നീ ഒട്ടും യൂസ്ഫുൾ അല്ല എന്നൊക്കെ ചിന്തിക്കുമെന്നുണ്ടെങ്കിലും പേടിക്കണ്ട, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ എനിക്ക് നിന്നെ യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു മെസ്സേജ് എനിക്ക് തന്നു അന്നത്തെ ദിവസം. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി ഈശോ എന്നെ എങ്ങനെ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അതായത് എൻ്റെ പാസ്റ്റിൽ ഞാൻ ചെയ്ത കുറേ കാര്യങ്ങൾ, അതായത് മുമ്പ് ഞാൻ കുടിക്കുമായിരുന്നു, ആ ഒരു റിലേഷനൊക്കെ പോയതിന് ശേഷം ഭയങ്കരമായിട്ട് കുടിക്കുമായിരുന്നു. പിന്നെ ഒരുപാട് വേൾഡി തിങ്സിലോട്ട് ഞാൻ ഭയങ്കരമായിട്ട് ആയിപ്പോയി. ഗെയിം അഡിക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ, അതായത് ഒരു റിയൽ വേൾഡിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ലൈഫായിരുന്നു ഞാൻ ലീഡ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ആ ഒരു സംഭവമൊക്കെ ഇപ്പോൾ യൂത്ത്, അതായത് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എൻ്റെ അടുക്കൽ വന്ന് പറയുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് അവരെ ജഡ്ജ് ചെയ്യാതെ കൊണ്ട് തന്നെ അവരെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതായത് അവരെന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ വന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കി. ആ ഒരു രീതിയിൽ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് അവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെ എക്സ്പീരിയൻസ് എൻ്റെ ഷെയർ ചെയ്തുകൊണ്ട് തന്നെ അവർ ഈശോയിലോട്ട് കൂടുതൽ അടുപ്പിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി ഈശോ എങ്ങനെയാണ് എന്നെ യൂസ് ചെയ്യുന്നത്, എൻ്റെ പാസ്റ്റ് എങ്ങനെയാണ് ഈശോ ഒരു ബ്ലെസ്സിങ് ആക്കി മാറ്റിയെന്നുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ലൈഫ് എന്തും വേണ്ടി ബ്ലെസ്സിങ് ആയിട്ടുള്ളതാണെന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഈശോനെ ഡൗട്ട് ചെയ്ത മൊമെൻറ്റ്സ് വന്നിട്ടുണ്ട്. ലൈക്ക് ഞാൻ ഈശോനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു സംഭവങ്ങളിലെല്ലാം ഈശോ എന്നെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ച് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നീ നിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ നിൽക്കാതെ കൊണ്ട് നീ എന്നിൽ വിശ്വസിച്ച് പോ, ഞാൻ നിനക്കുള്ള വഴി കാണിച്ചു തരാം, ഞാൻ നിനക്ക് പോകേണ്ട വഴിയെല്ലാം വ്യക്തമാക്കി തരാം എന്നുള്ളൊരു രീതിയിൽ ഈശോ എന്നെ ഓരോ കാര്യങ്ങൾ, അതായത് എൻ്റെ സ്വയം തോട്ടിൽ തന്നെ നിൽക്കാതെ കണ്ട് എങ്ങനെ ഈശോയിൽ പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാം എന്നുള്ള ഒരു കാര്യം ഇവിടെ വന്നിട്ട് ഓരോ സാഹചര്യങ്ങളിലൂടെയും ഈശോ എന്നെ പഠിപ്പിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ അപ്പം ഇങ്ങനെ ഇതാണ് എൻ്റെ ഒരു കുഞ്ഞ് ലൈഫ് എക്സ്പീരിയൻസ്. ലൈക്ക് ഇപ്പം എൻ്റെ മിഷൻ തീരാറായി. ഇപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഈശോയെ ഇനി അടുത്തത് ഞാൻ എന്താ ചെയ്യണ്ടേ. എൻ്റെ ഒരു ആഗ്രഹം മിഷൻ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നാണ്. പക്ഷേ എനിക്കറിയില്ല ഈശോ എന്താ ആഗ്രഹിക്കുന്നതെന്നുള്ളത്. അപ്പം ഞാൻ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഇനി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് കാര്യങ്ങളൊന്നും ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് മിഷൻ എന്ന് പറഞ്ഞിറങ്ങണോ, അതോ ഒരു ജോലി നോക്കി അല്ലെങ്കിൽ എന്തെങ്കിലും പഠിച്ചുകൊണ്ട് എൻ്റെ മിഷനായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകണോ. ഈശോ എനിക്ക് എൻ്റെ എന്നുള്ളൊരു ഇഷ്ടമില്ല. ഞാൻ എല്ലാം ഈശോയോട് ചോദിക്കും, ഈശോ ഞാൻ എന്താ ചെയ്യണ്ടേ, ഇവിടെ ഞാൻ എന്താ ചെയ്യണ്ടേ, ഇങ്ങനെ ചെയ്താൽ മതിയോ എന്നുള്ളൊരു കാര്യം. ഇത് എൻ്റെ ലൈഫിൽ നടക്കുന്ന ഒരു കുഞ്ഞു കാര്യമാണെങ്കിൽ പോലും അത് ഈശോയോട് ചോദിച്ച് ഒരു തീരുമാനം എടുക്കാനായിട്ട് ഈശോ എന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പഠിപ്പിച്ചു തന്നു. എങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഓരോ കാര്യങ്ങൾ ചെയ്തു പോകാം എന്നുള്ളൊരു കാര്യം എന്നെ പഠിപ്പിച്ചു തന്നു. പിന്നെ ഇവിടെ വന്ന് ഞാൻ പഠിച്ച വേറൊരു കാര്യമാണ്, ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ കുമ്പസാരിക്കാൻ തുടങ്ങി. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുള്ളൂ, നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് വെക്കുക എന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന് കൂടുതലായിട്ട് നമ്മൾ ഇടപെടാൻ പറ്റും. സാത്താൻ നമ്മുടെ ലൈഫിൽ ഇടപെടുന്നത് കുറയും. അപ്പം ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഞാൻ എന്നെ തന്നെ കൂടുതലായിട്ട് വിശുദ്ധിയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. എൻ്റെ ആ ഒരു റിലേഷൻഷിപ്പ് അത് ഈശോ എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിനും ഈശോയ്ക്കൊരു പദ്ധതി ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആ ഒരു സംഭവം എനിക്ക് മനസ്സിലാക്കി തന്നെന്ന് പറഞ്ഞാൽ ഈശോ നമ്മുടെ ലൈഫിൽ നിന്ന് ആരെങ്കിലും ഒരാൾ എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് വേദനിക്കും, നമ്മൾ ഭയങ്കരമായിട്ട് കരയും, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. പക്ഷേ അതിനേക്കാളും കൂടുതൽ ഈശോയ്ക്ക് അറിയാം ആ വ്യക്തി നമ്മുടെ ലൈഫിൽ നിൽക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനേക്കാളും കൂടുതൽ വിഷമിക്കും, അതിനേക്കാളും കൂടുതൽ നമ്മൾ സങ്കടപ്പെടും എന്നറിയാവുന്നത് കൊണ്ടാണ് ഈശോ ആ ഒരു വ്യക്തിനെ ആ ഒരു സമയത്ത് നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്ത് മാറ്റുന്നത്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഇത്രയേ ഉള്ളൂ, എപ്പോഴും ഈശോയിൽ വിശ്വസിക്കുക.
സ്ട്രഗിൾസ് ഉണ്ടാകും. പക്ഷേ ഈശോൻ്റെ കൂടെ നമ്മൾ പോകുകയെന്നുണ്ടെങ്കിൽ അതൊക്കെ ഓവർകം ചെയ്യാനായിട്ടുള്ളൊരു സ്ട്രെങ്ത് ഈശോ തരും. നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ മതി, ഉറപ്പായും ഈശോ 100 സ്റ്റെപ്പ് നമുക്ക് വേണ്ടി എടുത്ത് വെക്കും. യാ, താങ്ക് യു.